നമ്മളെ കേരളത്തിലെ മൊയിലിയന്മാര് വീണ് കിട്ടിയ തട്ടത്തെ പിടിച്ചിങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പടച്ചോനെ ഇടുത്തി വീണ പോലെ ഓന്റെ അറാമ്പറപ്പ്. നിങ്ങൾ കണ്ടില്ലെന്ന്, ഓന്റെ അറാമ്പറപ്പ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടോളിയെന്ന്. ഹായ് ഫെലിക്സ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് നേരെ സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടത് നമ്മുടെ ഇറാനിലെ ഒരു മന്ത്രി ഷംഖാനിയുടെ മകളുടെ ഒരു വെഡ്ഡിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ നമ്മുടെ കേരളത്തിലെ മൊയ്ലിയാന്മാരെ ഓർച്ചു ചിരിക്കണമോ കരയണമോ എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി ഞാൻ. നമ്മുടെ 2022 അതായത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഹെഡായിരുന്ന സമയത്ത് ഈ തട്ടമിടാത്തതിനൊരു ഒരു പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുകയും പോലീസ് കസ്റ്റഡിയിൽ അത് കൊല്ലപ്പെടുകയും ഉണ്ടായി. അതിനുശേഷം സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഇറാനിലാകമാനം ഉണ്ടായത്. ഈ പ്രതിഷേധത്തെ ഒക്കെ തന്നെ ഇദ്ദേഹം പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ചു അടിച്ചമർത്തുകയുണ്ടായത്. ഇറാനിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ അവർ അടിച്ചമർത്തുന്നുമുണ്ട്, അതിൽ പലരും ഒക്കെ കൊല്ലപ്പെടുന്നുമുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തൊരു നമ്മുടെ ആളാണ് നമ്മുടെ ഈ ഷംഖാനി, അതായത് ഇപ്പം മിനിസ്റ്ററാണ്. ആ മിനിസ്റ്ററിന്റെ മകളുടെ ഒരു വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ തട്ടവും പറതവും ഇല്ലെങ്കിൽ അതിനെതിരെ ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെയൊക്കെ ഇവർ അടിച്ചമർത്തും, ഇല്ലാതാക്കും. പക്ഷേ ഓൻ്റെ ഭാര്യയ്ക്കും മോക്കും ആ കല്യാണത്തിൽ കൂടിയ മറ്റ് പെമ്പറന്നോത്തികൾക്കും ഒന്നും തട്ടവും വേണ്ട, പറതയും വേണ്ട. എന്തായാലും വെസ്റ്റേൺ ആയാലും ഈസ്റ്റേൺ ആയാലും അണിഞ്ഞൊരുങ്ങാൻ ഇങ്ങനെ വേണം അണിഞ്ഞൊരുങ്ങാൻ. അളവൊക്കെ കൃതകൃത്യം, കാണേണ്ടതൊക്കെ നമ്മൾ കാണുന്നില്ലേ. ഇവരൊക്കെ ഒരു സത്യവിശ്വാസി നടിച്ച് ചില ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം ജനങ്ങളെയൊക്കെ പറ്റിച്ച് കൂട്ടടിക്കുക, ആർഭാടമായിട്ട് ജീവിക്കുക, ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇറാനിലെ ഒരു നിയമം നടപ്പിലാക്കേണ്ട ഒരു മന്ത്രിയാണ് അത്. പക്ഷേ അദ്ദേഹത്തിന്റെ രാജ്യത്തൊരു നിയമം, അദ്ദേഹത്തിന്റെ വീട്ടിൽ മറ്റൊരു നിയമം. നമ്മുടെ ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖുറാനാണ് അവരുടെ ഭരണഘടന എന്ന് പറയുന്നത്. മറ്റ് GCC മറ്റു മുസ്ലിം രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഖുറാനെ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യം. അവിടെയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഉടായിപ്പ് നമ്മൾ കണ്ടത്. ഇത്രയൊക്കെ നടന്നിട്ടും ഇവിടെ തട്ടവും പറതയ്ക്കും വേണ്ടി ബഹളം വയ്ക്കുന്ന നമ്മുടെ കേരളത്തിലെ മൊയ്ലിയന്മാർ ഇതിനെക്കുറിച്ച് ഒരക്ഷരവും മൊഴിഞ്ഞില്ല. ഇതുപോലെ നമ്മളിപ്പോൾ കണ്ടതുപോലെ ഇത്തരത്തിൽ വീണ് കിട്ടിയ ഒരു അവസരമാണ് നമ്മൾ സെൻറ് റീത്ത പബ്ലിക് സ്കൂളിൽ നമ്മൾ കണ്ടത്. അവിടുത്തെ വിദ്യാർത്ഥിനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഭക്തി മൂത്തിട്ട് ഈ തട്ടമൊക്കെ കെട്ടി അവിടെ വന്നതല്ല. ഇതൊക്കെ കൃത്യമായിട്ടുള്ള മൊയ്ലിയന്മാരുടെ തിട്ടവും തട്ടവുമാണ് നമ്മുടെ ഇവിടെ സ്കൂളിൽ കണ്ടത്. അതിനുശേഷം മൊയ്ലിയന്മാരുടെ ഈ തട്ടത്തെക്കുറിച്ചുള്ള ആശങ്കയും കണ്ണീർ വാർപ്പും നിലവിളിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സംശയം. നമ്മളെ ഇറാനിലെ കാര്യം പോട്ടെ, ഈ കാണുന്നൊരു ഒരു ഫോട്ടോ ഇത് ആരുടേതാണ്? ഇത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ മമ്മൂക്കയുടെ ഫോട്ടോയല്ലേ നിങ്ങൾ ഈ കാണുന്നത്? മമ്മൂക്കയുടെ ഭാര്യ സുൽഫിത്താക്കുട്ടി, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് അവരുടെ പേര്. സുൽഫിത്താക്കുട്ടി എപ്പോഴെങ്കിലും തട്ടം കെട്ടി പർദ്ദയിട്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഈ സാരി അണിഞ്ഞ് വരുമ്പോൾ അവരെനിക്ക് തോന്നുന്നത് കൂടുതലും സാരി അണിഞ്ഞ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സാരി അണിഞ്ഞൊക്കെ വരുമ്പോൾ ആ സാരി തലപ്പെങ്കിലും ഇവർ ഇങ്ങനെ തലമുടി മറയ്ക്കുന്ന രീതിയിൽ ഇടുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കയുടെ മകൻ ദുൽഖറിന്റെ ഭാര്യ, നമ്മുടെ ഭഗത് ഫാസിലിന്റെ ഭാര്യ നസ്രിയ, ഇവരൊക്കെ ഇങ്ങനെ തട്ടവും പർദ്ദയും ഒക്കെ ഇട്ട് സുന്ദരിമാരായി നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ ഒത്തിരി പേരുടെ പേര്, ഇപ്പം നമ്മുടെ സംഗീത സംവിധായകൻ റഹ്മാൻ, അതുപോലെ നമ്മുടെ നടൻ റഹ്മാൻ, ഇവരുടെയൊക്കെ ഭാര്യമാരും കുടുംബക്കാരും ഒക്കെ തട്ടം വിട്ടും പർദ്ദവിട്ടും നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പേര് പറയുകയാണെങ്കിൽ നിരവധി അനവധി പേരുടെ പേര് നമുക്ക് പറയാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി.
നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് നമ്മുടെ മമ്മൂക്കയുടെ രണ്ട് സഹോദരിമാർ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു സാരി അണിഞ്ഞൊക്കെയാണ് അവർ വന്നത്. അവർ സാരി അണിഞ്ഞു വന്നപ്പോൾ ആ സാരി തലപ്പങ്കിലും തട്ടം പോട്ടെ പർദ്ദ പോട്ടെ അണിഞ്ഞു വന്ന സാരിയുടെ തലപ്പങ്കിലും എടുത്ത് ഈ മുടി മറയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എന്താ മൗലിയന്മാരെ, ഇവർക്കാർക്കും തട്ടവും പർദ്ദയും ഒന്നും വേണ്ടേ? ഇവിടെ നാട്ടിലുള്ള സാധാരണ അന്തംഗമ്മികളായ സുഡാപ്പികളെ പറ്റിച്ച് ഒട്ടടിച്ച് നടക്കുന്നവരാണ് നിങ്ങളെന്ന് അവർക്കെല്ലാം കൃത്യമായിട്ടറിയാം. ഈ തട്ടവും പർദ്ദയും എന്ന് പറഞ്ഞ അവരോട് ചെന്നാൽ അവൻ്റെ വീട്ടിൽ പോ പറ എന്നവർ പറയും. നമ്മൾ ഈ ബോളിവുഡിൽ നമുക്കറിയാം ചില പ്രമുഖരുടെ സിനിമാക്കാരുടെ പേരൊക്കെ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് 3 ഖാൻമാരുടെ പേരാണ്. അതായത് ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, മറ്റൊന്ന് അമീർ ഖാൻ. ഇപ്പൊ ഇതില് യാദൃശ്ചികം എന്ന് പറയാൻ ഷാരൂഖ് ഖാന്റെയും നമ്മുടെ സൽമാൻ ഖാന്റെയും പേര് അബ്ദുൾ റഷീദ് എന്നാണ്. രണ്ടുപേരുടെയും പേര് അബ്ദുൾ റഷീദ് എന്നാണ്. പിന്നെ ഇവർ സിനിമയിൽ വന്നതിന് ശേഷമാണ് ആ പേര് മാറ്റിയത്. നമ്മുടെ അമീർ ഖാന്റെ പേര് മുഹമ്മദ് അമീർ ഹുസൈൻ ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷേ നമ്മുടെ സൽമാൻ ഖാൻ വിവാഹം കഴിച്ചിട്ട് നമുക്ക് അദ്ദേഹത്തെ വിടാം. ഷാരൂഖ് ഖാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഗൗരി എന്ന് പറയുന്നൊരു ഗൗരി എന്നാണ് അവരുടെ പേര്. അതിപ്പോൾ ഗൗരി ഖാൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അമീർ ഖാൻ കല്യാണം കഴിച്ചത് കിരൺ റാവു എന്ന് പറയുന്നുണ്ട്. മറ്റു സമുദായത്തിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. ഇവരിപ്പോൾ എത്തരത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല. എങ്കിലും ഇവരുടെ മക്കളുടെയൊക്കെ പേര് മുസ്ലിം പേരുകൾ തന്നെയാണ് ഇവരുടെ മക്കൾക്ക് ഇട്ടിരിക്കുന്ന ഒരു പേര്. നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്നതൊക്കെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആ ഫാമിലിയിൽപ്പെട്ടൊരു ഇവരുടെ ഫോട്ടോയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയാണ്? തട്ടം ഇട്ടിട്ടുണ്ടോ? പർദ്ദ ഇട്ടിട്ടുണ്ടോ? നല്ല അടിപൊളി ഡ്രസ്സിലൊക്കെ നിൽക്കുന്നതല്ലേ നിങ്ങൾ ഈ കാണുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഈ മൂല്യന്മാർ കേരളത്തിൽ കിടന്ന് ചുമ്മാ ഇങ്ങനെ കറങ്ങാതെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് ഇറങ്ങണം. എന്നിട്ട് ഈ പറയുന്ന ഇവരെയൊക്കെ കണ്ട് പറ്റുമെങ്കിൽ ഇവരുടെ പേരൊക്കെ മാറ്റി ചേലാകർമ്മം നടത്തണമെങ്കിൽ ചേലാകർമ്മം, സുന്നത്ത് നടത്തണം സുന്നത്തൊക്കെ നടത്തി നമ്മുടെ സമുദായത്തിലോട്ട് ചേർത്ത് കിട്ടിയാൽ അത് സമുദായത്തിനൊരു മുതൽക്കൂട്ടാണ്. ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ മതത്തെ ആക്ഷേപിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ പറയരുത്. പണ്ട് നമ്മുടെ സാനിയ മിർസയെ തട്ടവും പർദ്ദയും ഇടിയിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ മൊയ്ലാന്മാരെല്ലാം തിട്ടം കൂട്ടി ഒന്ന് ഇറങ്ങിയതാണ്. പക്ഷെ പിന്നീട് അവർക്ക് കണ്ടം വഴി ഓടേണ്ടി വന്നു. കാരണം കേരളത്തിൽ ജനങ്ങൾ തന്നെ ഇവരെ പഞ്ഞിക്കിട്ടു. ഇവരുടെ സാനിയ മിർസയെ കുറിച്ചുള്ള ഇവരുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഈ ടെന്നീസ് കളിക്കുമ്പോൾ ഇടുന്ന സ്കേർട്ടിന് നീളം കുറഞ്ഞു വന്നു. നീളം കുറഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ അങ്ങ് നീളം കുറഞ്ഞു പോയി എന്നാണ് ഇവരുടെ ഒരു പരാതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാനിയ മിർസ തട്ടം കെട്ടി പർദ്ദ ഒക്കെ ഇട്ട് ടെന്നീസ് കളിക്കുന്ന ഒരു രംഗം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. ഞാൻ സങ്കല്പിക്കുന്നില്ല, എനിക്ക് ചിരിക്കാൻ വയ്യ. ഈ സാനിയ മിർസ തട്ടം കെട്ടി പർദ്ദയിട്ട് കളിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ കലാഭവന്റെ നേതൃത്വത്തിലാണ് കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തത്. അത് കാണേണ്ട ഒരു വീഡിയോ ആണ്. അത് ഞാനൊന്ന് തപ്പി നോക്കിയതാണ് കിട്ടുമെന്ന്, പക്ഷേ കിട്ടിയില്ല. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടു. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഒന്ന് തപ്പി നോക്കുക, കിട്ടും. അത് ചിരിക്കാനുള്ളൊരു വക അതിലുണ്ട്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.